ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കി. രാവിലെ ഭയങ്കര തണുപ്പ്, അത് കാരണം ഞാൻ കുളിച്ചൊന്നുമില്ല, വീട്ടിൽ നിന്ന വേഷം തന്നെ. അപ്പം നമുക്കിന്നൊരു പാസ്ത ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം നമ്മൾ പാസ്ത ആണ് ഒരു ചരുവത്തിനകത്ത് ഇത്രയും പാസ്ത ഇട്ടിട്ട് ഇത്രയും വെള്ളം, ഒരു ശകലം വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാം. അത്രയും വെള്ളവും കൂടെ ഒഴിച്ച് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പം നമുക്കിതിനകത്തോട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കും. അതുവരെ ഇവിടെ നിന്നൊന്ന് വേവട്ടെ. അപ്പം നമ്മൾ ആ പാസ്ത എടുത്ത് വേണ്ടി ഇതുപോലുള്ള ഒരെണ്ണത്തിനകത്തോട്ട് ഇത് ഇവിടുന്ന് മേടിച്ചതാ. 99 രൂപയ്ക്ക് ഇവിടെ സെയിൽ നടക്കുന്ന, അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇത്. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. പാസ്ത നമ്മൾ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു. അപ്പം നമുക്ക് അതിന് കുറച്ച് മല്ലിയില ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, നല്ല ഫ്രഷ് മല്ലിയില അതിട്ടിട്ടുണ്ട്. പിന്നെ ഇതേണ്ട ഇവിടെ കിട്ടുന്ന ക്യാരറ്റ് ഇതേണ്ട ഇങ്ങനെ കണ്ടത്തിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് വരുന്നത് പോലുള്ള ക്യാരറ്റ്, പിന്നെ ഒരു ഇത് ക്യാപ്സിക്കം, ഇതിന് സിംല മിർച്ചി എന്നാണ് ഇവിടെ പറയും, നല്ല ഫ്രഷായത്, അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഇടാം. പിന്നെ ഒരു ഉള്ളി, ഇത്രയും മതി, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇവിടുത്തെ ഗാജറാണ് ഇത് കണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കും. അപ്പം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്താൽ, നമ്മൾ ഇതിൻ്റെ പ്രകൃതി മൈതാനി പോയപ്പം മേടിച്ചതാണ് ഇത്. അപ്പോൾ അതിൽ വെച്ചോണ്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഇതിൽ വെച്ച്. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ബ്ലേഡ് അങ്ങോട്ട് ഇടാം. ബ്ലേഡ് ഇട്ടിട്ട് നമുക്ക് ഈ ഉള്ളി നമുക്ക് കഷ്ണങ്ങളായിട്ടൊന്ന്, ഒത്തിരി ചെറുതായിട്ട് അരിയണ്ട, ഒരു വിധം വലുതായിട്ട്. നമുക്ക് 1.5 മുറി ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 മുറി നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടയ്ക്കാം. അടച്ചിട്ട് നമുക്ക് വേണ്ടി ഇവിടെ ഒരു ലോക്കുണ്ട്, ഈ ലോക്ക് നമുക്കങ്ങ് തുറക്കണം. കണ്ടോ, അന്നേരം ഇതിങ്ങനെ ചാടി വരും. എന്നിട്ട് നമുക്ക് ഇത് ഈ മുറുകിയിരിക്കുക ഇത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം അരയ്ക്കുമ്പോൾ ഇച്ചിരി പാടുണ്ട്, പിന്നെ പക്ഷേ കുഴപ്പം. നമുക്ക് ഇതൊന്ന് അരഞ്ഞൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞത് കണ്ട, നമുക്കതൊരു തളികയ്ക്കകത്ത് കണ്ട് നമ്മുടെ ഉള്ളി ഒരു നല്ലതായിട്ട് അരിഞ്ഞ് ഇതിട്ടിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗാജർ ഒന്നിടാം. അപ്പം ഞാൻ അതെല്ലാം ചീവി നമ്മൾ ഇതും കൂടെ നമുക്ക് ഈ ക്യാരറ്റ് ഒന്നിടാം. ഞാൻ ആദ്യം ഗാജറെന്നാണ് പറഞ്ഞത്, ഇവിടെ ഹിന്ദി ഗാജർ എന്ന് പറയുന്നതുകൊണ്ട് എപ്പോഴും ഇവിടെ ആയതുകൊണ്ട് നമ്മൾ അതാ പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് ഇതുകൂടെ ഒന്ന് അരിഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് ക്യാരറ്റ് കൂടെ ഒന്ന് അടിച്ചെടുക്കും. ഇച്ചിരി സാധനം ഇട്ടാൽ എളുപ്പം, ഒരു ശകലം എളുപ്പം ഇങ്ങനെ പ്രസ് ചെയ്താൽ നമ്മുടെ ക്യാരറ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റും എല്ലാം നല്ലോണം പൊടിഞ്ഞ് ഇതിനകത്ത് കണ്ട് ക്യാരറ്റും. അപ്പം നോക്കാം, ക്യാരറ്റും ഇവിടെ ക്യാരറ്റും കണ്ടോ നല്ലോണം അരിഞ്ഞെടുത്തിട്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് ഇവിടുത്തെ ക്യാപ്സിക്കം ഉണ്ട്, എന്ത് നല്ല ഫ്രഷാണ് കിട്ടുന്ന സാധനമൊക്കെ കണ്ട. ഇതും കൂടെ നമുക്ക് എന്നിട്ട് അരിഞ്ഞു നോക്കാം. അപ്പം നമുക്ക് ഇതുകൂടെ ഒന്ന് അരിഞ്ഞു. നമുക്കിതൊന്ന് അരിഞ്ഞൊന്ന് നോക്കാം.
അപ്പോൾ അത് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതും കൂടെ ഇതിനകത്തോട്ടിടാം. ക്യാരറ്റ് അരിഞ്ഞ് ഞാനെടുത്തു, ഉള്ളി എടുത്തു, പിന്നെ ഈ ക്യാപ്സിക്കം എടുത്തു. അപ്പം നന്നായിട്ട് ഇത് അരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന മല്ലിയില കണ്ടോ, നല്ല ഫ്രഷ്, ഇങ്ങനെ അവർ കണ്ടെത്തിയിൽ നിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ട് വരുന്ന പോലുള്ള നല്ല ഫ്രഷ് മല്ലിയിലയാണ് കണ്ടോ. നമ്മുടെ നാട്ടിലാണ് വേറൊരു രീതിയിൽ വാടിയിരിക്കും. ഇത് കണ്ടോ, നല്ല ഇവിടെ ഇവർ ഈ കേത്തിയിൽ ഉണ്ടാക്കുന്നതാണ്, അവിടുന്ന് പറിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് നല്ല ഫ്രഷ് മല്ലിയിലയാണ്. അപ്പം നമ്മൾ ആ മല്ലിയില എല്ലാം അരിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കോണിലോട്ട്. ചീനിച്ചട്ടി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സെയിൽ നടക്കുന്നെന്ന്. ഇതിന് 400 രൂപയ്ക്ക് നല്ല അലോയിയുടെയാ നല്ല ചീനിച്ചട്ടി. അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചത്. അപ്പം നമുക്ക് ഇതെടുത്തങ്ങ് മാറ്റിയിട്ട് ഈ അടുപ്പിലോട്ട് ഈ ചീനിച്ചട്ടി ഒന്ന് വെക്കാം. അപ്പം നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളെ ഇച്ചിരി എണ്ണ ഒഴിക്കാം. അപ്പം നമ്മുടെ ആവശ്യത്തിന് ഒരു ശകല എണ്ണ, ഇതൊന്ന് വഴറ്റാനും മാത്രം, അളവൊന്നുമില്ല, ഒഴിക്കുക. അപ്പം അതൊന്ന് എണ്ണയൊന്നും. അപ്പം ഞാൻ ചേർക്കുന്നത് ഈ പാസ്തയുടെ ഏതേല ഇച്ചിരി ഒഴിക്കുന്നുണ്ട്, ഗ്രീൻ ചില്ലിയുടെ ഉണ്ട്, പിന്നെ ഒരു ടൊമാറ്റോൻ്റെ സോസ് ഇവിടെ ചെറുതിരിപ്പുണ്ട്, അത് ഒഴിക്കുന്നു. അപ്പം നമ്മൾ മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല, വേറെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മളിതിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, കടുക് വറക്കത്തില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് നമുക്കിനി ഉള്ളി അങ്ങോട്ടിടാം. കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉള്ളി ഒന്നിട്ട് നമ്മൾ ഉപ്പ് അതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നാലും നമുക്കൊരു ശകലവും കൂടെ ഒന്ന് ചേർക്കാം, ഈ ഉള്ളി ഒന്ന് വാടിപ്പിക്കാൻ വേണ്ടി ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ എടുത്തു വെച്ചിരുന്ന ക്യാപ്സിക്കോയും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ടുണ്ട്. ഇച്ചിരി മല്ലിയില ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതെല്ലാം കൂടെ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ആ പച്ചച്ചവയൊക്കെ അതിൻ്റെ എല്ലാം ഒന്ന് മാറിയിട്ട് നമുക്ക് വീഴും. ആദ്യം നമുക്ക് ഇച്ചിരി ഗ്രീൻ ചില്ലി നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് അതായി ഇച്ചിരി ചേർക്കുന്നു. പിന്നെ നമുക്ക് ഇച്ചിരി ഈ പാസ്തയുടെ ഒരു ശകലം ചേർക്കും. ഞാൻ പറഞ്ഞല്ലോ ഒരു ടൊമാറ്റോ സോസിൻ്റെ ഇരിപ്പുണ്ടെന്ന്, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇടാം. അപ്പം നമ്മുടെ സോസ് എല്ലാം ഇട്ട് നമ്മൾ ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കി കണ്ടു. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഉണ്ടല്ലോ, അതെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമ്മൾ ആ പാസ്ത എല്ലാം ഇട്ടൊന്ന് നമുക്ക് ഇതൊന്ന് ഇതൊന്നായി നോക്കാം. നമ്മൾ പാസ്തയൊക്കെ ഇട്ടൊന്ന് ഇളക്കി. ഇനി നമുക്ക് ഒരു ശകലം കുരുമുളക് കൂടി ഇടാം, ഒരു എരിവ്. ഇനി നമുക്ക് ഇതൊന്ന്, അപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇനി നമുക്ക് ആ മല്ലിയില ഇരുന്നില്ലേ, അത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്കൊന്ന് ഇടാം. നമ്മുടെ പാസ്ത അങ്ങനെ എല്ലാം റെഡിയായി. നമ്മളാണെങ്കിൽ അപ്പം നിങ്ങളെല്ലാവരും ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളിയാണ്. നല്ല ഞാൻ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി വട്ടം. ഇവിടെ ഇതൊക്കെ ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ആഹാരം ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ.